ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പാപ്പൻ്റെ വീട്ടിലെ പശുവിനെ കുറിച്ചാണ്. പാപ്പനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ ഒരു തൊഴിൽ എന്ന നിലയ്ക്കാണ് പശുവിനെ വളർത്താനായി തീരുമാനിച്ചത്. പാടത്താണെങ്കിൽ അവയ്ക്ക് തിന്നാനായി ധാരാളം പുല്ലുമുണ്ട്. പുല്ല് കിട്ടാത്ത സമയങ്ങളിലാണ് അധികം വൈക്കോൽ കൊടുക്കുന്നത്. എന്നാലും എല്ലാ ദിവസവും കുറച്ചെങ്കിലും വൈക്കോലും കൊടുക്കാറുണ്ട്. കൂടാതെ വെള്ളവും കൊടുത്തു വരുന്നു. പാപ്പൻ്റെ പല ജോലികളിലും ഏർപ്പെടാറുണ്ടെങ്കിലും ആ ജോലി തിരക്കുകൾക്കിടയിലും മക്കളെ നോക്കുന്നത് പോലെയാണ് പശുക്കളെ നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ തൊഴുത്തിലെ ചാണകം മാറ്റലും കറവ പശുവിന് കഴുകലും ഒക്കെയായി നിൽക്കുന്നത് കാണാം. പാപ്പന് ഇപ്പോഴുള്ള പശുക്കളെ കൂടാതെ HF ഇനത്തിൽപ്പെട്ട പശുക്കളും ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി പശുക്കിടാവിനെ വാങ്ങി വളർത്തി വലുതാക്കി അതിൽ കുറച്ചെണ്ണമെല്ലാം വിൽക്കുകയും പിന്നീട് വേറെ വാങ്ങുകയും പതിവാണ്. അങ്ങനെയുള്ള പശുക്കളെയാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് പശുക്കൾക്ക് വേണ്ട പുല്ല് അരിയുന്നതിനായി പാപ്പൻ പാളത്തേക്ക് പോയതാണ്. പശുക്കളുടെ വിശന്നിട്ടുള്ള കരച്ചിലാണ് ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെയിലുള്ള സമയത്ത് തൊഴുത്തിൽ നിന്നും മാറ്റിക്കെട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി മഴ തന്നെയാണല്ലോ. അമ്മ പശുവിനെ മാറ്റിക്കെട്ടിയാൽ പിന്നെ ചെറിയ പശുക്കിടാവിന് വളരെ കരച്ചിലാണ്. അതിൻ്റെ കരച്ചിൽ കേട്ടാൽ പിന്നെ അമ്മ പശു പുല്ല് തിന്നാതെ അവിടെ നിന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ പാപ്പൻ പറയുന്നത് കേൾക്കാം, എവിടെയുണ്ടടി തിന്നോളൂ എന്നൊക്കെ. വീണ്ടും പശു പുല്ല് തിന്നാനായി തുടങ്ങുന്നു. പിന്നെ പാപ്പൻ ബൈക്കിൽ പുറത്തുപോയി വരുന്ന ശബ്ദം കേട്ടാൽ തന്നെ തൊഴുത്തിലെ പശുക്കളെല്ലാം കരയാൻ തുടങ്ങും. അവയ്ക്ക് യജമാൻ്റെ വരവ് പ്രത്യേകമായി മനസ്സിലായി കാണും. അപ്രകാരം ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പശുക്കൾ ഇത് ആവർത്തിക്കാറുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പശുക്കളെപ്പറ്റി പറയാനുണ്ട്. എങ്കിലും ഈ വീഡിയോയിൽ ഇന്ന് ചുരുക്കുന്നു.